അദ്ധ്യായം 10. രണ്ടുപേർ യൂസുഫ് നബിയുടെ അടുത്ത് വന്നു. റയ്യാൻ രാജാവിൻ്റെ സേവകന്മാരാണ്. കളവ് കേസിൽ കുടുങ്ങിയ പ്രയാസമുണ്ട് മുഖത്ത്. യൂസുഫ് നബിയിൽ അവർ ആകൃഷ്ടനായി. ശിഷ്യത്വം സ്വീകരിച്ചു. തങ്ങൾ കണ്ട സ്വപ്നങ്ങൾക്ക് അവർ വ്യാഖ്യാനം തേടി. ഒന്നാമൻ പറഞ്ഞു, മുന്തിരിയിൽ നിന്ന് വിശേഷപ്പെട്ട ഇനം വീഞ്ഞുണ്ടാക്കുന്നതായിരുന്നു എൻ്റെ സ്വപ്നം. രണ്ടാമൻ പറഞ്ഞു, തലയിൽ റൊട്ടി ചുമന്ന് നടക്കുന്നതും പക്ഷികൾ അതിൽ നിന്ന് കൊത്തിത്തിന്നുന്നതും ഞാൻ കണ്ടു. പ്രവാചകൻ മന്ദസ്മിതം തൂകി മറുപടി പറഞ്ഞു, സ്വപ്നവ്യാഖ്യാനം തൻ്റെ അസാമാന്യ കഴിവൊന്നുമല്ല, നാഥനായ അള്ളാഹു പകർന്നു തന്ന പാഠങ്ങളാണ്. നിങ്ങൾ അവനെയാണ് പിൻപറ്റേണ്ടത്. കരുണാനിധിയും സർവജ്ഞാനിയുമാണവൻ. ഉവ്വ് പ്രവാചകരെ, അങ്ങയുടെ നാഥനിൽ ഞങ്ങളും വിശ്വസിക്കുന്നു. ശരി, എങ്കിൽ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. മുന്തിരി പിഴിയുന്നത് കണ്ട വ്യക്തിയെ രാജാവ് കുറ്റവിമുക്തനാക്കി അതേ ജോലിയിൽ വീണ്ടും നിയമിക്കും. റൊട്ടി ചുമക്കുന്നവൻ ക്രൂശിക്കപ്പെടും. ശിരസ് പക്ഷികൾ കൊത്തിപ്പറിക്കും. ഇതൊന്നും എൻ്റെ അറിവല്ല, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഏകദൈവത്തിലും പരലോക ജീവിതത്തിലും വിശ്വസിക്കാത്ത ജനതയുടെ മാർഗമല്ല എൻ്റെയും എൻ്റെ പിതാവ് യാക്കൂബ് നബിയുടെയും പൂർവ്വപിതാക്കളായ ഇബ്രാഹിം, ഇസ്ഹാക്ക് നബിമാരുടെയും മാർഗം. ജയിൽ പുള്ളികൾ മിഴിച്ചു നിൽക്കുകയാണ്. സ്നേഹിതന്മാരെ, നിങ്ങൾക്ക് വിശേഷ ബുദ്ധിയുണ്ടല്ലോ, അതുകൊണ്ട് ചിന്തിക്കുക. അള്ളാഹു എന്ന ഏകദൈവമല്ലാതെ നിങ്ങളോ നിങ്ങളുടെ ബന്ധുജനങ്ങളെ ആരാധിക്കുന്നതും നിങ്ങളുടെ പൂർവ്വപിതാക്കൾ നിർമ്മിച്ചതുമായ ബിംബങ്ങൾ ശരിയായ സന്ദേശമല്ല നൽകുന്നത്. സകല അധികാരവും അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ആരാധനകൾ അവന് മാത്രമാകണം സമർപ്പിക്കുന്നത്. നന്ദി പ്രകാശിപ്പിക്കാൻ ആരും മറന്നു പോകരുത്. സ്വപ്നം വ്യാഖ്യാനം സത്യമായി പുലർന്നു. വീഞ്ഞുകാരൻ്റെ ശിക്ഷ ഇളവ് ചെയ്തു. റൊട്ടിക്കാരൻ ക്രൂശിക്കപ്പെട്ടു. പക്ഷേ ഇളവ് ചെയ്യപ്പെട്ടയാൾ കൃതജ്ഞതയോടെ യൂസുഫ് നബിക്ക് അരികിലെത്തി യാത്രാനുമതി തേടി. നിങ്ങൾക്ക് എന്നും നന്മയുണ്ടാകട്ടെ. കൊട്ടാരത്തിലെത്തിയാൽ നിങ്ങൾ എന്നെപ്പറ്റി രാജാവിനോട് പറയണം. എൻ്റെ നിരപരാധിത്വം അദ്ദേഹം അറിയട്ടെ. പ്രവാചക ദൗത്യം നിർവഹിക്കണം. അതിന് പുറം ലോകം വേണം. അല്ലാതെ കൊട്ടാരത്തിലെ ആഡംബരങ്ങൾ മോഹിച്ചത് കൊണ്ടല്ല യൂസുഫ് നബി അക്കാര്യം ആവശ്യപ്പെട്ടത്. 11. വർഷങ്ങൾ കടന്നുപോയി. യൂസുഫ് നബി അപ്പോഴും ജയിലിൽ തന്നെയാണ്. ഈജിപ്തിനെ ഒന്നാകെ കോൾമയിർ കൊള്ളിച്ച യുവകോമളനെ ആളുകൾ മറന്നു. ജയിൽ മോചിതനായ ശേഷം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം അറിയിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത വീഞ്ഞ് നിർമ്മാതാവ് അവസരത്തിനു വേണ്ടി കാത്തിരുന്നുവെങ്കിലും പരിഹാരമായില്ല. പ്രവാചകനാകട്ടെ തന്നെക്കുറിച്ച് പിന്നെ കൂടുതൽ ആരോടും പറയാനും തുനിഞ്ഞില്ല. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തടവുകാർക്ക് സതുപദേശം നൽകും. പക്ഷേ ദൗത്യനിർവഹണം ജയിലറയ്ക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്നതിൽ വേവലാതിയുണ്ട്. സർവശക്തൻ അതിനുള്ള വഴികൾ നിശ്ചയിച്ചിട്ടുണ്ടാകുമെന്ന അത്യുപ്രകാരമല്ലാത്ത പ്രപഞ്ചത്തിലെ ഒരില പോലും അനങ്ങില്ലെന്ന് വിശ്വസിച്ച് എല്ലാം ക്ഷമിച്ചു. അതിനിടയിൽ ഒരു വിചിത്രമായ സ്വപ്നവാർത്ത പരന്നു. രാജാവിൻ്റെ സ്വപ്നമാണ്. തള്ളിക്കളയാൻ നിർവാഹമില്ല. ദർബാർ വിളിച്ചുകൂട്ടി രാജാവ് പറഞ്ഞു, ഒരു പച്ച താഴ്വരയിൽ 7 തടിച്ച കൊഴുത്ത പശുക്കൾ പുല്ലുമേയുന്നത് ഞാൻ കണ്ടു. പെട്ടെന്നായിരുന്നു. അകലെ നിന്ന് 7 മെലിഞ്ഞ പശുക്കൾ പാഞ്ഞു വന്ന് അവയെ വിഴുങ്ങിയത്. പിന്നീടതാ താഴ്വരയിൽ 7 വീതം പച്ചയും ഉണങ്ങിയതുമായ ധാന്യക്കുലകൾ. രാജാവേ, ഇത്തരം എത്ര സ്വപ്നങ്ങൾ നാം നിത്യവും കാണുന്നു. അവയ്ക്കെല്ലാം വ്യാഖ്യാനം തേടിപ്പോയാൽ അതിനു മാത്രമേ നേരം കാണൂ. എല്ലാം പോക്കിനാവുകളാണ്. ജ്യോത്സ്യന്മാരും ജ്യോതിഷികളും കൈമലർത്തി. ഒരിക്കലുമല്ല. ഈ സ്വപ്നത്തിന് വിശാലമായ അർത്ഥമുണ്ട്. നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല. അതാണ് പരമാർത്ഥം. തൃപ്തികരമായ വ്യാഖ്യാനം നൽകുന്നവർക്ക് അദ്ദേഹം പാരിതോഷികം പ്രഖ്യാപിച്ചു. വിവരം നാടാകെ പ്രചരിച്ചു. രാജാവിൻ്റെ വീഞ്ഞു നിർമ്മാതാവിന് അദ്ദേഹത്തെ ഓർമ്മ വന്നു. യൂസുഫ് നബി താൻ കണ്ട സ്വപ്നം തൃപ്തികരമായി വ്യാഖ്യാനിച്ചു തന്ന ആ മഹാമനീഷി. കഷ്ടം, അദ്ദേഹം ഒരു ആവശ്യം പറഞ്ഞിരുന്നു. താനത് മറന്നുപോയി. എന്തൊരു മനുഷ്യനാണ് താൻ. വിഷയം രാജാവിനോട് പറയുക തന്നെ. വീഞ്ഞുകാരന് കുറ്റബോധം തോന്നി. അയാൾ രാജാവിനെ മുഖം കാണിച്ചു. പഴയകാല ജയിലിൽ
ജയിൽ ജീവിതത്തെക്കുറിച്ചും തൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചും സംസാരിച്ചു. നേരാണോ നിങ്ങൾ പറയുന്നത്? രാജാവ് സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്തിന് ഇത്രയേറെ വിശുദ്ധനായ ഒരാൾ നമ്മുടെ ജയിലിലുണ്ടോ? എന്തു കുറ്റത്തിനാണ് അയാൾ ജയിലിൽ അടക്കപ്പെട്ടത്? ആര്? യൂസുഫ്, അതാണ് പേര്. അദ്ദേഹത്തെ വേഗം നമ്മുടെ സ്വപ്നവിവരം അറിയിക്കൂ. സേവകൻ തടവറയിലെത്തി. രാജകൽപ്പനയായതിനാൽ പാറാവുകാരനും സഹകരിച്ചു. യൂസുഫ് നബി എവിടെയാണെന്ന് അയാൾക്കറിയുന്നതാണല്ലോ. അദ്ദേഹവും നബിയും കുശലാന്വേഷണങ്ങൾ നടത്തി. എന്ത്? നിങ്ങൾ എന്തിനീ തടവുപുള്ളിയെ അടുത്ത് വന്നു? നിങ്ങൾ രാജസേവകനല്ലേ? യൂസുഫ് നബിക്ക് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. സേവകൻ പലതവണ മാപ്പിരുന്നു. വന്ന കാര്യം അയാൾ നബിയോട് പറഞ്ഞു. വ്യാഖ്യാനമൊക്കെ എൻ്റെ നാഥൻ പഠിപ്പിച്ചതനുസരിച്ച് പറഞ്ഞു തരാം. പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത ഈ വിനീതനെ എന്തിന് ഇത്രയും കാലം തുറങ്കിലിൽ അടച്ചു? എൻ്റെ നിരപരാധിത്വം മനസ്സിലാക്കി ഈ ഉള്ളവന് സ്വാതന്ത്ര്യം നൽകണം. അതിനുശേഷമേ വ്യാഖ്യാനം ഞാൻ നൽകൂ. സേവകൻ വീണ്ടും രാജസന്നിധിയിലെത്തി. യൂസുഫ് നബിയുടെ ആവശ്യങ്ങൾ അവതരിച്ചു. രാജാവ് നിമഗ്നനായി. അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. ആളുകളുടെ പരാതി പ്രകാരമാണ് താൻ അയാളെ കൽത്തുറങ്കിൽ അടച്ചത്. എന്തൊരു നീചനാണ് ഞാൻ! കുറ്റബോധം കൊണ്ട് അദ്ദേഹം പ്രയാസത്തിലായി.